എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയ നല്ല ഒരു കോഴിയടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി 2 കപ്പ് മാവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് ചേർത്താൽ മതി. മാവ് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് സെറ്റായി വരാൻ 1 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇനി 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാതെ പൊടിയാൻ പാടില്ല. ഇനി നമുക്ക് ചിക്കൻ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കി സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. മസാലയിലെ വെള്ളമയം പൂർണ്ണമായും മാറുന്നത് വരെ നന്നായി മൊരിയിച്ചെടുക്കണം. ഇങ്ങനെ നന്നായി മൊരിയിച്ചെടുത്താൽ ഇത് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മൊരിയിച്ചെടുക്കാം. കൈകൊണ്ട് ഇളക്കി ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ചെറിയ ഉരുളകളായി നന്നായി പരത്തിയെടുക്കാം. ഇതിനെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് ഇതുപോലെ അമർത്തി വട്ടത്തിൽ മുറിച്ചെടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ നടുവിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിംഗ് ഓരോ സ്പൂൺ വീതം വെച്ചു കൊടുക്കാം. ഇത് ഇനി ഓരോന്നായി ചൂടായ എണ്ണയിലിട്ട് മൊരിച്ചെടുക്കാം. വളരെ സിമ്പിളായ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.